9ഓളം തവണ ഈ നാദാപുരത്ത് നമ്മൾ സംസാരിച്ചൊരു വിഷയമാണത്. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും പഠിച്ചത് അള്ളയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വാസാവൂല. അബൂജഹൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല, അള്ള ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച ആളാവൂല. സുബ്ഹാനല്ലാഹ്. ക്രിസ്തുമതം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചവനാവോ? ഇല്ല. അതേപോലെ ഹിന്ദുമതമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുമതമുണ്ടെന്ന് ഞാൻ സമ്മതിച്ചാൽ അതുകൊണ്ട് ഞാൻ ഹിന്ദുമതം വിശ്വസിച്ചവനാവോ? ഇല്ല. ഒരു ഹിന്ദു ഇസ്ലാം മതം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒന്ന് വിശ്വസിച്ചവനാവോ? ഇല്ല. ഇതുപോലെ അള്ള ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ആകാശം ഭൂമിയും പഠിച്ച് അള്ളയാണെന്ന് പറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിൽ വിശ്വാസമാവില്ല. അള്ളാഹുവിൽ വിശ്വാസമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ വിശ്വാസം വേണം. അത് അബൂജഹലിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് അബൂജഹലിനെ പോലെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുള്ള മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരും മുഖ്യധാരാ മുസ്ലിമീങ്ങളെ മുശ്രിക്കുകളായി ചിത്രീകരിച്ച് ഖവാരിജിന്റെ വഴിയിൽ പോയി നരകം സമ്പാദിക്കണ്ട. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, ഉഇദ്ദത്തിൽ ലല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി, സ്വർഗം തയ്യാർ ആർക്ക്? അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്. വറുസുലിഹി, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വസിച്ചവർക്ക് സ്വർഗം തയ്യാർ. ഇവിടെ വന്ന് പ്രസംഗിച്ച മുജാഹിദിന്റെ മൗലവി പറഞ്ഞ പോലെയാണെങ്കിൽ അബൂജഹലിന് സ്വർഗം കൊടുക്കേണ്ടി വരും. കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലേ അയാൾ പറയുന്നു. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. വറുസുലിഹി, അള്ളാന്റെ മുർസലീങ്ങളിൽ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മൂസ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കലല്ല, ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വിശ്വസിക്കലല്ല, ആമിന പെറ്റർ മുഹമ്മദ് ഉണ്ട് എന്ന് വിശ്വസിക്കലല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കണം. ആ റസൂലുള്ള കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. അപ്പോഴേ സ്വർഗം കിട്ടുള്ളൂ. അതാണ് ഉഇദ്ദത്തിൽ ലല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. ഖുർആൻ വ്യക്തമായി സൂറത്തുൽ ഹദീദിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് മുമ്പ് ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ച് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ആ വിവരക്കേട് പല സ്ഥലത്ത് പോയി വിളമ്പുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കാത്തൊരു ടീം, വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ, അവർക്ക് പാരത്രിക ലോകവും അവർ നിഷേധിക്കുകയാണ്. അങ്ങനെയുള്ള കക്ഷികളെ മാർഗത്തിൽ പോകാതെ ഞാൻ തൗഹീദിൽ അടിയുറച്ച് നീങ്ങുന്ന ആളാണ്. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഇ ദാലിക മിൻ ഫളില്ലാഹി അലൈനാ വഅലൻ നാസി വലകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ. അപ്പോൾ പിന്നെ ഞാൻ പിന്തുടരുന്ന വഴി ഏതാണ്? മഹാന്മാരുടെ വഴിയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്ന വഴിയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത് കണ്ടോ, വത്തബഅതു, ഞാൻ പിന്തുടർന്നു, മില്ലത ആബാഇ, എന്റെ ഉപ്പാപ്പമാരെ മാർഗം പിന്തുടർന്നു. ആരാണ് ആ ഉപ്പാപ്പമാർ? ഏതോ ആളുകളല്ല, ഇബ്രാഹിം വഇസ്ഹാഖ് വയഖൂബ്. അങ്ങനെ അല്ലാഹുവിൽ വിശ്വസിച്ച് നല്ലവരായി ജീവിച്ച എന്റെ ഉപ്പാപ്പമാരെ പിന്തുടർന്ന് ജീവിക്കുന്നവനാണ് ഞാൻ. അവരെ മാർഗം അവലംബിക്കുന്നവനാണ് ഞാൻ. കഴിഞ്ഞുപോയ മഹാന്മാരെ പിന്തുടരുമ്പോ അത് അബൂജഹലും അങ്ങനെ തന്നെയാണ് പറഞ്ഞ് സുന്നികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി ഇവിടെ വാതിലടക്കണമെന്ന് വിചാരിക്കുന്നവർ, അവരെ സുബ്ഹാനല്ലാഹ് അവരുടെ നേതാക്കൾ നരകത്തിലേക്ക് നയിക്കുകയാണ്. യാതൊരു സംശയവും വേണ്ട. ഖുർആൻ അറിയാതെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് എത്ര പാവപ്പെട്ടവരാണ് അതിൽ പെട്ടുപോകുന്നത്. സങ്കടം തോന്നുകയാണ്.